പ്രിയരെ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ കാണും. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്നാരോടൊക്കെയുള്ള ദൂതാണ്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം ആമേൻ 11-ാം അധ്യായം 40-ാം വാക്യം കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഹല്ലേലൂയ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുക. ആമേൻ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുന്നവരായ നമ്മൾ അഭിമുഖീകരിക്കുന്ന, നമ്മൾ കടന്നു പോകുന്ന ഏത് വിഷയത്തിനും പരിഹാരം നൽകുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ അടുത്തുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഞാൻ ഒരു വ്യക്തമായ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ കരയുന്ന, നിങ്ങൾ നീറുന്ന, നിങ്ങൾ ഭാരപ്പെടുന്ന, നിങ്ങൾ പ്രതികൂലത്തിലാകുന്ന ആ വിഷയത്തിന്മേൽ ഞാൻ പറഞ്ഞ വാക്കല്ല, ലോകക്കാർ പറഞ്ഞ വാക്കല്ല, നമ്മുടെ കൂട്ടുകാർ പറഞ്ഞതല്ല, നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ രക്ഷിതാക്കളോ ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സോ ഹല്ലേലൂയ, പാസ്റ്റർമാരോ ദൈവദാസന്മാരോ ആരുമായിക്കൊള്ളട്ടെ, അവർ പറഞ്ഞ വാക്കല്ല ഈ വാക്ക്. ആമേൻ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയാത്തത് ദൈവം പരിഹരിക്കും. അതിന് വിശ്വാസമെന്ന ആമേൻ ഹല്ലേലൂയ വലിയ ഒരു ഹല്ലേലൂയ കാര്യം നമ്മൾ ചെയ്യണം. വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പിൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എത്ര പഴക്കം ചെന്ന രോഗമായിക്കൊള്ളട്ടെ, എത്ര പഴക്കം ചെന്ന ആ പ്രതികൂലമായിക്കൊള്ളട്ടെ, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രതികൂലമായിക്കൊള്ളട്ടെ, ആർക്കും ചെയ്യുവാൻ പറ്റാത്ത ആമേൻ ഹല്ലേലൂയ രോഗമായി ആമേൻ ഹല്ലേലൂയ ഭാരപ്പെടുന്ന ആ വിഷയത്തിൽ, ആ രോഗത്തിൽ, ആ വേദനയിൽ, ആ കഷ്ടതയിൽ ദൈവം പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എത്ര പേര് വിശ്വാസത്തോടെ ഇന്ന് പറയാൻ പറ്റും, ഹല്ലേലൂയ, ഞാൻ ആ വിഷയത്തിൽ ആമേൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം അതിനകത്ത് അത്ഭുതം ചെയ്യും. ആമേൻ. ആരൊക്കെയോ കരയുന്നുണ്ട്. എത്രയോ വർഷങ്ങളായി പഴക്കമുള്ള രോഗവും കൊണ്ട് നടക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. ഹല്ലേലൂയ. എത്രയോ പഴക്കം ചെന്ന ആ പ്രതികൂലവും കൊണ്ട് നടക്കുന്നവർ ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. എത്രയോ പ്രതിസന്ധിക്കകത്ത് കുടുങ്ങിപ്പോയ, ലോക്കായിപ്പോയ, അതിൽ നിന്നും എങ്ങനെ പുറത്തു വരുമെന്ന് ആമേൻ ഹല്ലേലൂയ ആകുലതപ്പെട്ടിരിക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. എത്രയോ കടഭാരത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നവർ ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, എൻ്റെ ദൈവം ഇതിനകത്തൊരു പരിഹാരം കൊണ്ടുവരും. എൻ്റെ ദൈവം ഇതിനകത്തൊരു അത്ഭുതം കൊണ്ടുവരും. എൻ്റെ ദൈവം അതിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവരും. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നാറ്റം വെച്ച 4 ദിവസമായി മരിച്ച് കല്ലറയ്ക്കകത്ത് ഒരുവൻ കിടക്കുകയാണ്. അവിടെ നിന്നാണ് കർത്താവ് ഈ പദം ഹല്ലേലൂയ അവരോട് പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നത്തെ നോക്കി പറയുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, എൻ്റെ ദൈവം ഇതിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവരും, എൻ്റെ ദൈവം ഈ പ്രതികൂലത്തിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് വിശ്വാസത്താൽ നിങ്ങൾ ആ വാക്കുകളെ ഒന്ന് ഡിക്ലെയർ ചെയ്യുവാൻ മനസ്സുണ്ടെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ നനയ്ക്കുന്നതിനും അത്യന്തം ഫലമായി ദൈവം നിങ്ങളുടെ ആ വിഷയത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ വിശ്വസ്തനാണ്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, വിശ്വാസത്തോടെ ഒന്ന് പറ, ഹല്ലേലൂയ, ആ പ്രതികൂലത്തിൽ നിന്ന് ഞാൻ പുറത്തു വരും. വിശ്വാസത്തോടെ എന്ന വാക്കുകൾ ഡിക്ലെയർ ചെയ്ത് പറ, എൻ്റെ ദൈവം അതിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവരും. ഞാൻ അഭിമുഖീകരിച്ച, ആർക്കും എന്നെ വിടിവിക്കുവാൻ കഴിയാത്ത, ആരോടും പറയാതെ ഹൃദയത്തിനകത്ത് കിടന്ന് നീറിപ്പുകയുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരമിറങ്ങുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വാക്കുകളെ ഡിക്ലെയർ ചെയ്യും. ആ വാക്കുകളെ പറ, ആ വാക്കുകളെ പ്രസ്താവിക്ക്. ദൈവം അത്ഭുതങ്ങളെ കൊണ്ടുവരുവാൻ വിശ്വസ്തനാണ്. അമ്മ, ഞാനൊരു ഉറപ്പ് തരാം, ഹല്ലേലൂയ, വിശ്വസിച്ചുകൊണ്ട് പറയുക. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ ആ പ്രതികൂലത്തെ നോക്കി, വിശ്വാസത്തോടെ ആ പ്രതിസന്ധിയെ നോക്കി, വിശ്വാസത്തോടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ആ വിഷയത്തെ നോക്കി ഇന്ന് ആമേൻ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഈ വാക്കുകളെ ഡിക്ലെയർ ചെയ്ത് പറ,
അത് അത്ഭുതമായി മാറാൻ പോവുകയാണ്. അത് വിടുതലായി മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മേൽ, നിങ്ങളായിരിക്കുന്ന ശുശ്രൂഷയുടെ മേൽ വലിയ ദൈവപ്രവൃത്തി കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിച്ചുകൊണ്ട് ആ വാക്കുകളെ ഡിക്ലെയർ ചെയ്യും. ആ വാക്കുകളെ പറഞ്ഞു തുടങ്ങിക്കൂ. അത്ഭുതങ്ങളെ നിങ്ങൾ കാണുവാൻ തയ്യാറാകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.